ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ക്രോഷ്യ ട്യൂട്ടോറിയലായിട്ടാണ്. അപ്പോൾ എന്താണ് നമ്മൾ ഇന്ന് ക്രോഷ്യ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരു ഗ്രാനി സ്ക്വയർ ആണ്. ഒരു സിമ്പിൾ ഗ്രാനി സ്ക്വയർ ഒന്നുമല്ല, പക്ഷേ നല്ല സിമ്പിളാണെന്ന് ചോദിച്ചാൽ സിമ്പിളാണ്, പക്ഷേ നല്ല എലഗൻറ്റ് ആയിട്ട് ലുക്ക് ചെയ്യുന്നൊരു ഗ്രാനി സ്ക്വയർ ആണ്. ഇതുണ്ടോ, ഇതാണ് ഒരു റോസ് ഗ്രാനി സ്ക്വയർ ആണ് ഇത്. അപ്പോൾ ഇത് കുറച്ച് ഹാർഡാണെങ്കിലും നല്ല വർക്കായിട്ടാണ് കിട്ടുന്നത്. എനിക്കത്ര ഹാർഡായി തോന്നില്ല, പക്ഷെ ഏറ്റവും വലിയ ബിഗിനേഴ്സിനൊക്കെ ഭയങ്കര ഹാർഡായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണ് ഈ ഗ്രാനി സ്ക്വയർക്ക് വേണ്ടത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ക്രോഷ്യ ഹുക്കാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ക്രോഷ്യ ഹുക്ക് എടുത്തിട്ടുണ്ട്. ഈ ക്രോഷ്യ ഹുക്കിൻ്റെ സൈസ് വരുന്നത് 4.5 മില്ലിമീറ്ററിലാണ്. ഓക്കെ, അതിനനുസരിച്ചിട്ടുള്ള നൂലും വേണം. അപ്പോൾ നിങ്ങൾ ചെറുതായിട്ട് തിന്നായിട്ടുള്ള യാൺ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഹുക്ക് വേണം. കുറച്ചും കൂടി കട്ടിയുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഹുക്ക് വേണം. ഓക്കെ, അപ്പോൾ ഏതൊക്കെ കളേഴ്സാണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ ഒരു പേസ്റ്റൽ പിങ്ക് ഈ ഒരു ഷെയ്ഡ് എടുക്കുന്നുണ്ട്. എന്താ പറയുക, ഇത് ഏത് കമ്പനിയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ ഇത് 4-ply യാണാണ്. പിന്നെ നല്ലൊരു സാധനമാണ്. നമ്മൾ ഇതിങ്ങനെ തുന്നിയാൽ അത് ആ ഒരു പൊസിഷനിൽ നിൽക്കുന്നൊരു സാധനമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു പിങ്കാണ് നമ്മൾ റോസിനും. പിന്നെ ഈ ഇലക്ക് ഒരു ഗ്രീൻ യാണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഏതിൻ്റെയാണ്? പപ്പാത്യാൻ്റെയാണ്. പപ്പാത്യ, അതിൻ്റെ ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ഇതും നല്ല യാണാണ്. പിന്നെ ഉള്ളത് ഈ ഒരു യാണാണ്. ഇത് 100% ആക്രിലിക് യാണാണ്, ബാക്കിയുള്ള കോട്ടൺ ആണ്. പക്ഷെ ഇത് എനിക്ക് അറിയില്ല ഏത് കമ്പനി ഏതാണെന്ന്. ബെസ്റ്റ് ആർട്ട്. അപ്പോൾ ഇത് ഏതാ കമ്പനി വെച്ചാൽ അത്ര ഫേമസ് ആയിട്ടുള്ളതൊന്നുമല്ല, ജസ്റ്റ് ഒരു സാധാ ഒരു കമ്പനിയാണ് ബെസ്റ്റ് ആർട്ട് എന്ന് പറയുന്നത്. ഫുൾ ആക്രിലിക് ആണ്, കുറച്ച് ഹാർഡാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്ത പ്രൊജക്റ്റ് ഇങ്ങനെ കറക്റ്റായി നിൽക്കും. പക്ഷേ ഇത് ഡ്രസ്സിനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ആക്രിലിക് ആയതുകൊണ്ട് കുറച്ച് ഹാർഡായിരിക്കും. അപ്പം നമുക്കത് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ഇതാ നമ്മളെ യാണ്. പിങ്ക് റോസിനും ഗ്രീന് ഇലക്കും പിന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിനും. പിന്നെ ഉള്ളത് നമുക്ക് വേണ്ടത് ആകെ ഒരു പെയർ ഓഫ് സിസേഴ്സാണ്. സാധാരണ നമ്മൾ വേറെ ഏതെങ്കിലും ക്രോഷ്യ വീഡിയോ എടുക്കുകയാണെങ്കിൽ അതിൽ ഞാൻ സ്റ്റിച്ച് മാർക്കേഴ്സ് പറയാറുണ്ട്, ഡാണിങ് നീഡിൽ പറയാറുണ്ട്. ഇതിൽ ഡാണിങ് നീഡിൽ വേണം. എന്നാൽ തന്നെ എൻ്റെ ഗ്രാനി സ്ക്വയർത്തെ ഉള്ളതൊന്നും ഞാൻ ഡാൺ ചെയ്തിട്ടില്ല, ലാസ്റ്റ് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കൊരു മാജിക് റിങ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഈ ഗ്രാനി സ്ക്വയർ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ഉണ്ടാക്കുന്നത് റോസാണ്. അപ്പോൾ ഞാൻ അതിനൊരു ലൈറ്റ് ഷെയ്ഡ് പിങ്ക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിൽ എടുക്കാം, റെഡ് എടുക്കാം, പേർപ്പിൾ എടുക്കാം, വൈറ്റ്, ഏത് കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ഞാനത് കുറച്ച് എന്താ പറയുക ഏസ്തറ്റിക് ആക്കാൻ വിചാരിച്ചിട്ടാണ് കുറച്ച് പേസ്റ്റലായിട്ടുള്ള ലൈറ്റ് കളേഴ്സ് ഉപയോഗിച്ചിട്ടുള്ളത്. എനിവേസ്, നമുക്ക് മാജിക് റിങ് ഉണ്ടാക്കാം. അപ്പോൾ കുറേ വഴികളുണ്ട്. ഞാൻ ഇവിടെ 2 വഴികളാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ ചുറ്റിയിട്ട് ഉള്ളിൽ കൂടെ എടുക്കുക, എന്നിട്ട് പിരിക്കുക, എന്നിട്ട് ഇത് ഒരു ചെയ്യുക. ഓക്കെ, അത്രക്കുള്ളൂ. ഇതാ നമുക്ക് നമ്മുടെ മാജിക് റിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പുള്ള് ചെയ്താൽ അഡ്ജസ്റ്റ് ആവും. ഇനി വേറൊരു രീതി ഏതാ ചോദിച്ചാൽ, നമുക്ക് ക്രോഷ്യ ഹുക്ക് ഇല്ലാണ്ട് ജസ്റ്റ് ഫിംഗേഴ്സ് വെച്ച് ചെയ്യാൻ പറ്റിയ ടൈപ്പാണ്. അത് നമ്മൾ ആദ്യം നമ്മുടെ ഈ ഒരു ഫിംഗർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 2 പ്രാവശ്യം ഇതൊന്ന് ചുറ്റാം. ഓക്കെ, ഇത് നമ്മളെ ടെയിലാണ്. സോറി. ഓക്കെ ഓക്കെ, എന്നിട്ട് നമുക്കിത് ചെയ്യാം. 2 പ്രാവശ്യം ചുറ്റിയിട്ട് ഇതിങ്ങനെ 2 പിടിക്കാം. ഓക്കെ, എന്നിട്ട് ഇത് ഉള്ളിലേക്ക് വലിച്ചിട്ട് 2 ഫിംഗർ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഈ നൂലിങ്ങനെ വലിക്കാം, എന്നിട്ട് കയറ്റാം. ഓക്കെ, അത്രക്കുള്ളതാ കണ്ട, അഡ്ജസ്റ്റബിൾ ആണ്. പക്ഷേ അത് അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് വലുതാക്കി ഉണ്ടാക്കണം. ഞാൻ അങ്ങനെ കാണിച്ചില്ല.
ഓക്കെ, ഓക്കെ. നമുക്ക് ലൂപ്പ് ചെറുതാക്കാം, മാജിക് റിങ്ങും അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ജസ്റ്റ് നമ്മൾ ഫിംഗേഴ്സ് ചെയ്യുന്നതാണ്. എന്നിട്ട് നമുക്ക് മാജിക് റിങ് കിട്ടി. നമ്മൾ ക്രോഷേ ഹുക്ക് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ, എനിവേസ് നിങ്ങൾക്ക് ഏതാച്ചാൽ എടുക്കാം. ഞാൻ ഒന്നുകൂടി എനിക്ക് ആ ഫ്ലോ കിട്ടാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി മാജിക് റിങ് ചെയ്യാണ്. ഞാൻ ക്രോഷേ ഹുക്കിലാണ് അധികം ചെയ്യാറ്, അതുകൊണ്ട് എനിക്ക് അതാണ് ഒന്നുകൂടി പ്രിഫറബിള്. ചിലർക്ക് ക്രോഷേ ഹുക്ക് ആവില്ല, അപ്പോൾ ഒരു നിയമം വേറെ എന്തെങ്കിലും വഴിയോ അല്ലെങ്കിൽ 2 ചെയിൻ ചെയ്തിട്ട് രണ്ടാമത്തെ ചെയിൻ അങ്ങനെയൊക്കെ ചെയ്യും. അത് അങ്ങനെ ചെയ്യുമ്പോൾ പെർഫെക്ഷൻ കിട്ടില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. എനിവേസ് നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം 2 ചെയിൻ ചെയ്യാം. അപ്പോൾ 1 പിന്നെ 2. ഓക്കെ, നമ്മൾ 2 ചെയ്യുന്നു. ഇനി നമുക്ക് നമ്മുടെ ഈ മാജിക് സർക്കിളിലേക്ക് 15 ഡബിൾ ക്രോഷേസ് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ 1, നിങ്ങൾ ബേസിക്സ് അറിയാത്തവരാണെങ്കിൽ ഇത് ഭയങ്കര ഹാർഡായിരിക്കും. അത് ഞാൻ ആകെ പറഞ്ഞേക്കാം, ബിക്കോസ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ ആകെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവുള്ളൂ. ഈ ഡബിൾ ക്രോഷേ, സിംഗിൾ ക്രോഷേ, ഹാഫ് ഡബിൾ ക്രോഷേ, പിന്നെ ട്രിപ്പിൾ ക്രോഷേ ഒന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യില്ല. ജസ്റ്റ് ഞാൻ പറയും, നിങ്ങൾ അതേപോലെ ചെയ്താൽ മതി. 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 50. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. ഓക്കെ, 15 ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ക്രോഷേക്ക് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ഈ ഒരു സാധനം വലിക്കാം. തേയിലൊന്ന് വലിക്കട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ച് നമ്മൾ ക്രോഷേ ഹുക്ക് ലൂപ്പിലേക്ക് വെക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഫസ്റ്റ് 3 ചെയിനില്ലേ അതിലേക്ക് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഉണ്ടാക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലിപ്പ് സ്റ്റിച്ച്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചെയിൻ ചെയ്യാം. എന്നിട്ട് ആ സെയിം ആ ഒരു ചെയിൻ നമ്മൾ ഏത് ഭാഗത്താണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ ഒരു സിംഗിൾ ക്രോഷേ ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 3 ചെയിൻ ചെയ്യാം. 1, 2, 3. എന്നിട്ട് നമുക്ക് അടുത്ത ഈ ഒരു സാധനം, അത് നമ്മൾ പറയും ചെയിന്, അത് നമുക്ക് വിട്ടിട്ട് രണ്ടാമത്തേലേക്ക് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സിംഗിൾ ക്രോഷേ ഉണ്ടാക്കാം. പിന്നെ ഒന്നും കൂടിയും 3, ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് എന്താ ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ 3 ചെയിൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി നമ്മൾ ആദ്യം ചെയ്യുന്ന ഫസ്റ്റ് നമ്മൾ ചെയ്ത ആ സിംഗിൾ ക്രോഷയിലേക്ക് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഉണ്ടാക്കാം. അപ്പോൾ അതാ
നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഉണ്ടാക്കി. ഇനി നമുക്കൊരു ചെയിൻ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ആ ഒരു സിംഗിൾ ക്രോഷ്യൻ്റെ ആ ഒരു എന്താ പറയുക, ആ ചെയിനിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സിംഗിൾ ക്രോഷ്യ ഉണ്ടാക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ചെയിൻ 3 സ്പേസിലേക്ക് നമുക്ക് 6 ഡബിൾ ക്രോഷ്യസ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ 1 3 4 5 പിന്നെ 6. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ അടുത്ത ചെയിൻ 3 സ്പേസിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ഉണ്ടാക്കാം. പിന്നെ നമുക്ക് ഒന്നും കൂടി അടുത്തതിലേക്ക് ഒരു 6 ഡബിൾ ക്രോഷ്യ, പിന്നെ സിംഗിൾ ക്രോഷ്യ, 6 ഡബിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ. ഓക്കെ, ഇത് നമുക്ക് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ ചെയിൻ 3 എത്തി. ഇനി നമുക്ക് നമ്മൾ ഫസ്റ്റത്തെ സിംഗിൾ ക്രോഷ്യയിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഉണ്ടാക്കാം. അപ്പോൾ അതാ ഒരു സ്ലിപ്പ് സ്റ്റിച്ച്. എന്നിട്ട് നമുക്ക് എത്ര കർവ് വേണമെന്ന് ചോദിച്ചാൽ 8 കർവ്സ് വേണം. അപ്പോൾ 1 2 3 4 5 6 7 8 ഉണ്ട്. പിന്നെ ഇവിടെ, പിന്നെ ഇവിടെ, ഇവിടെ. ഓക്കെ, പിന്നെ ഇവിടെ, ഇവിടെ, ഇവിടെ. ഓക്കെ, ഞാൻ ജസ്റ്റ് എണ്ണിയത് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഒരു ചെയിൻ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ ഒരു വലിയൊരു ഗ്യാപ്പിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സിംഗിൾ ക്രോഷ്യ ഉണ്ടാക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു എന്താ, ഇതിൽ നമുക്ക് വിങ് എന്ന് പറയാം. അടുത്ത വിങ്ങിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 6 ഡബിൾ ക്രോഷ്യ. നമ്മൾ ഓരോ പേരാണ്, വിങ്, ചെയിൻ സ്പേസ്, കുറേ ഉണ്ട്. പക്ഷെ തൽക്കാലത്തിന് ഞാൻ ചെയിൻ സ്പേസ് അല്ലെങ്കിൽ ഞാൻ വിങ് എന്തെങ്കിലുമൊക്കെ പറയാം. ഓക്കെ, 2 പിന്നെ 3 പിന്നെ 4 5 പിന്നെ 6. ഓക്കെ, ഇനി അടുത്ത ചെയിൻ സ്പേസിലേക്ക് നമുക്കൊരു സിംഗിൾ ക്രോഷ്യ, പിന്നീടുള്ളതിലേക്ക് ഒരു 6 ഡബിൾ ക്രോഷ്യ. ഇനി നമുക്ക് ഇതേപോലെ കണ്ടിന്യൂ ചെയ്തിട്ട് അവസാനം മീറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ അവസാനം നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി നമുക്ക് 4 6 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടും 4 സിംഗിൾ ക്രോഷ്യയും വേണം. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ ചെയ്ത ആദ്യത്തെ ആ ഒരു സിംഗിൾ ക്രോഷ്യയിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഉണ്ടാക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2 ചെയിൻ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഓരോ പെറ്റൽ ഇങ്ങനെ മടക്കാം. പെറ്റലെന്ന് വെച്ചാൽ ഈ കർവാട്ടോ, നമുക്കിങ്ങനെ മടക്കാം. ഓക്കെ, മടക്കുമ്പോൾ നമുക്കിവിടെ കുറച്ച് സ്റ്റിച്ചസ് കാണാൻ പറ്റും. അപ്പോൾ ഇതാ ഈ ഒരു ഹോളിലെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോവാം. ബാക്കിൽ ഇങ്ങനെ കാണും. എന്നിട്ട് നമുക്കൊരു എന്ത് ചെയ്യാം, ഒരു സിംഗിൾ ക്രോഷ്യ ഉണ്ടാക്കാം. ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഉണ്ടാക്കാം. അപ്പോൾ ഇതാ ഓക്കെ, ഇത് എന്താ സിംഗിൾ ക്രോഷ്യ നമ്മൾ സ്കിപ്പ് ചെയ്തില്ല, അതിൻ്റെ ഒരു ഭാഗമാണ്. എന്നിട്ട് നമുക്ക് 3 ചെയിൻ ചെയ്യാം. എന്നിട്ട് അടുത്തത് അതേപോലെ തന്നെ, പിന്നെ ഒന്നും കൂടി 3 ചെയിൻ ചെയ്യാം. പിന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ്ക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ്ക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ചെയ്ത സ്ലിപ്പ് സ്റ്റിച്ച് ഇല്ലേ,
അതിലേക്ക് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഒന്ന് ഉണ്ടാക്കാം. നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു സ്ലിപ്പ് സ്റ്റിച്ചിലേക്ക് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഉണ്ടാക്കാം. ഓക്കെ, അതാ. എന്നിട്ട് നമുക്കൊരു ചെയിൻ ചെയ്യാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കാം. അപ്പോൾ 1 2 3 4 5 6 7. ഓക്കെ, അപ്പോൾ നമുക്ക് 7 ആണ് കാണുന്നത്. ഒന്നും കൂടി എണ്ണി നോക്കട്ടെ. 1 2 3 4 5 6 7. 7 ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ പെറ്റലിൻ്റെ ബാക്കിലുള്ള ആ സ്റ്റിച്ചിലേക്ക് നമുക്കൊരു സിംഗിൾ ക്രോഷേ ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് മറ്റേതിലേക്ക് നമുക്ക് ഒരു 8 ഡബിൾ ക്രോഷേ ഇൻസേർട്ട് ആക്കാം. ഓക്കെ, നമ്മൾ 8 ഉണ്ടാക്കി. നമുക്ക് ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ 8 ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഒരു ചെയിൻ സ്പേസിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ, പിന്നെ ഒന്നുകൂടി മറ്റേതിലേക്ക് 8 ഡബിൾ ക്രോഷേ. അങ്ങനെ ഈ പാറ്റേൺ ഫോളോ ചെയ്യുക. എന്നിട്ട് നമുക്ക് അവസാനം മീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ സ്റ്റിച്ചും കംപ്ലീറ്റ് ആയി. ഞാൻ നേരത്തെ പറഞ്ഞത് എനിക്ക് ടോട്ടൽ 7 കേർവ്സ് ആണ് ഉള്ളതെന്ന്, പക്ഷേ അല്ല, ടോട്ടൽ 8 ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് സിംഗിൾ ക്രോഷയിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒന്ന് ചെയിൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് കാണുന്നത് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ലുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു പെറ്റൽ നമ്മൾ ബാക്കിൽ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞ പെറ്റൽ നമ്മുടെ ആദ്യം ചെയ്ത പെറ്റലിൻ്റെ ഇടയിലാണ് വരേണ്ടത്, അല്ലാതെ ഇവിടെ വരാൻ പാടില്ല, ഇവിടെയാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു 4 പെറ്റൽ അതും കാണും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വർക്ക് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ഇനി 2 ചെയിൻ ചെയ്യാം. ഓക്കെ, 2 ചെയിൻ ചെയ്തു. നമ്മൾ നേരത്തെ ചെയ്ത 1 കൂടി കൂട്ടിയാൽ 2 ആണ്. അങ്ങനത്തെ രീതിയിലാണ്. എന്നിട്ട് നമുക്ക് നമ്മുടെ വർക്ക് ഇങ്ങനെ ഒന്ന് പെറ്റൽ താഴ്ത്തി വെക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ സിംഗിൾ ക്രോഷേസ് എവിടെയാണ് ഇരിക്കുന്നതെന്ന്. അതിനിടയിലൂടെ നമുക്ക് ഇതൊന്നും കൊണ്ടാവും. ഓക്കെ, സോറി, നമുക്ക് സിംഗിൾ ക്രോഷേ ഉണ്ടാക്കാം. ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ആദ്യം ഉണ്ടാക്കാം. ഓക്കെ, എന്നിട്ട് നമുക്കൊരു 3 ചെയിൻ ചെയ്യാം. 1 2 3. ഒന്നും കൂടിയും ഒന്നും കൂടിയും 1 2 2 പിന്നെ 3. ഓക്കെ, പിന്നെ ഒന്നും കൂടിയും സ്ലിപ്പ് സ്റ്റിച്ച് 1 2 3. ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് അവസാനം എത്തുമ്പോൾ മീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ചെയിനിങ്ങും കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു
നമ്മുടെ ഫസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ചിലേക്ക് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഉണ്ടാക്കാം. ചെയിൻ 1 ചെയ്യുക. എന്നിട്ട് നമുക്ക് എണ്ണി നോക്കാം. അപ്പോൾ 1 2 3 4 5 6 7 8. ഓക്കെ, അപ്പം നമുക്ക് 8 കർവ്സ് ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അതിൽ ഓരോ പരിപാടികൾ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ഒരു 6 കർവിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഉണ്ടാക്കാം. എന്നിട്ട് നമുക്കൊരു നമുക്ക് എന്നിട്ടൊരു ചെയിൻ ചെയ്യാം. എന്നിട്ട് നമുക്കൊരു 8 ഡബിൾ ക്രോഷേ ഉണ്ടാക്കാം. ഒന്ന് 2 3 4 5 6 7 7 പിന്നെ ഒന്നുകൂടി. ഓക്കെ, അപ്പോൾ 8. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചെയിൻ ചെയ്യാം. എന്നിട്ട് ആ സെയിം സ്റ്റിച്ചിലേക്ക് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. പിന്നെ അടുത്ത റിങ്ങിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച്, അടുത്ത ആ ഒരു കർവിലേക്ക്, എന്നിട്ടൊരു ചെയിന്. എന്നിട്ട് നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. ഇത് നമുക്ക് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ റോസത്തെ ഈ ഒരു റൗണ്ടും കൂടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ 8 വേണം. നോക്കാം 1 2 3 4 5 6 7 8. ഓക്കെ, 8 ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചെയിൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഡബിൾ ക്രോഷേ ആദ്യത്തിലേക്ക് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് നമുക്ക് 2 ചെയിൻ ചെയ്യാം. എന്നിട്ട് നമ്മൾ എപ്പോഴും മറ്റു കേർവ് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാം. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ ഇനി 5 ചെയിൻ ആട്ടോ ചെയ്യാൻ പോകുന്നത്. 3 2 ഓക്കെ. ഓക്കെ, 1 2 3 4 5 പിന്നെ ഇതിൻ്റെ കൂടെ. ഓക്കെ, ഈ സ്റ്റിച്ച് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്നിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ റോസാപ്പൂവിൻ്റെ ഈ ഒരു സ്റ്റിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് എന്ത് ചെയ്യുക. അപ്പം നമുക്ക് ടോട്ടലി ഒരു 8 കർവ്സ് ആണ് കേട്ടോ. ഇനി നമുക്കൊരു ചെയിൻ ചെയ്തിട്ട് കുറച്ച് അത്യാവശ്യത്തിന് വലിപ്പമുള്ള ലൂപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. ഓക്കെ, ഇതാ നമ്മുടെ റോസ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇവിടെയൊക്കെ എത്തിയിട്ടുണ്ട് മാജിക് റിങ്ങിൻ്റെ. ആ ടീമിയാണ് എടുക്കാറുണ്ട്.
ഞാൻ മാജിക് റിങ്ങിൻ്റെ ആ ഒരു ടെയിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ റോസ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ റോസ് ലുക്ക് ഉണ്ടാവുക. ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഗ്രീൻ യാണ് ആഡ് ചെയ്യാം. ആദ്യം നമുക്കൊരു സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് നമ്മൾ റോസ് തിരിച്ചിട്ട് ഈ ഒരു ചെയിൻ സ്പേസിൻ്റെ ആ ഗ്യാപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് വലിക്കാം. എന്നിട്ട് ഒരു ചെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാ നമ്മുടെ എന്താ റോസ് കഴിഞ്ഞ് കട്ട് ചെയ്ത് ഒക്കെ റെഡിയാക്കി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ റോസ് ലുക്ക് ചെയ്യേണ്ടത്. നമുക്ക് വേണമെങ്കിൽ ഹെയർ ക്ലിപ്സും ആഡ് ചെയ്യാം, എന്തെങ്കിലും ടിക് ടിക് അങ്ങനത്തെ രീതിയിലൊക്കെ അതിന് ആഡ് ചെയ്യാം. പക്ഷെ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഗ്രാൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. ഞാനൊരു ഗ്രീൻ യാണ് എടുത്തിട്ട് അത് എന്ത് ചെയ്തിട്ടുണ്ട്, സ്ലിപ്പ് നോട്ട് കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും കർവിൻ്റെ ഇടയിലൂടെ നമുക്കതൊന്ന് വലിക്കാം. എന്നിട്ട് ഒരു ചെയിൻ ചെയ്യാം. ഓക്കെ, എന്നിട്ട് അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആ സെയിം കർവിൽ നമുക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് നമുക്ക് 3 ചെയിൻ ചെയ്യാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് 2 ഡബിൾ ക്രോഷേ ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്ന് ഇൻസേർട്ട് ചെയ്തു, രണ്ടാമത്തെ ഇൻസേർട്ട് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് 2 ചെയിൻ ചെയ്യാം. എന്നിട്ട് ആ സെയിം കർവിലേക്ക് 3 ഡബിൾ ക്രോഷേ ഇൻസേർട്ട് ആക്കാം. എന്നിട്ട് നമുക്ക് ഒരു ചെയിൻ ചെയ്യാം. എന്നിട്ട് അടുത്ത റിങ്ങിലേക്ക് എന്ത് ചെയ്യാം, അടുത്ത ആ ഒരു കർവിലേക്ക് 3 ഡബിൾ ക്രോഷേ ചെയ്യാം. അപ്പോൾ നമുക്ക് 3 ഡബിൾ ക്രോഷേ ചെയ്യാം. മൂന്നെണ്ണം ചെയ്തു, ഒരു ചെയിൻ ചെയ്യാം. അടുത്ത റിങ്ങിലേക്ക് നമുക്ക് പിന്നെയും 3 ചെയ്യാം. പിന്നെ 2 ചെയിൻ ചെയ്യാം. എന്നിട്ട് സെയിം കർവിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, 3 ഡബിൾ ക്രോഷേ ഇൻസേർട്ട് ആക്കാം. ഓക്കെ, ഈ പ്രോസസ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് അവസാനം എത്തുമ്പോൾ പിൻ ചെയ്യാം. ഓക്കെ, അത് നമുക്ക് ഇത് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ഈ പച്ച ഈ ഒരു ബോർഡർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താ പുറത്ത് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ കുറേ റൗണ്ട് ഇനിയും കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ലാസ്റ്റ് ഒരു ചെയിന് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് 3 ചെയിൻ ചെയ്ത് അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഉണ്ടാക്കാം. എന്നിട്ട് നമുക്കൊരു ചെയിൻ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത നമ്മുടെ സെക്കൻഡ് റൗണ്ട് ഈ ഒരു യാണായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ അടുത്തുള്ള ചെയിൻ സ്പേസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. 1, പിന്നെ 2, പിന്നെ
പിന്നെ ഈ ഒരു ചെയിൻ ടു സ്പേസിലേക്കും ഒന്ന് ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 3 ചെയിൻ ചെയ്യാം. എന്നിട്ട് 2 ഡബിൾ ക്രോഷേ, ഓക്കെ നമുക്ക് 2 ഡബിൾ ക്രോഷേ, പിന്നെ 2 ചെയിൻ, 3 ഡബിൾ ക്രോഷേ, നമ്മൾ ഓരോ റൗണ്ട് നമ്മൾ ഓരോ സ്റ്റിച്ചസും കൂടും, ചെയ്യുന്ന സ്റ്റിച്ചല്ല, ലൈക്ക് ടോട്ടൽ സ്റ്റിച്ചസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കോർണർ കഴിഞ്ഞോ. ഇനി നമുക്കൊരു ചെയിൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ചെയിൻ 1 സ്പേസിലേക്ക് ഒരു 3 ഡബിൾ ക്രോഷേസ് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ടൊരു ചെയിൻ ചെയ്യാം. എന്നിട്ട് അടുത്തതിലേക്കും നമുക്ക് എന്ത് ചെയ്യാം, 3 ഡബിൾ ക്രോഷേസ് ഇൻസേർട്ട് ആക്കാം. നമ്മൾ നേരത്തെ ചെയ്യുന്നത് കോർണർ ഉണ്ടാക്കിയിരുന്നു, പക്ഷെ ഇതിൽ ആകെ 1 മാത്രം ചെയ്തിട്ട് കാര്യമില്ല, 2 3 ഡബിൾ ക്രോഷേസ് ചെയ്യണം. പിന്നെ ചെയിൻ ചെയ്യാം. അടുത്ത ചെയിൻ സ്പേസിലേക്ക് 3 ഡബിൾ ക്രോഷേ, 2 chain, 3 double crochet, 3 double crochet എന്നൊക്കെ ഞാൻ പറഞ്ഞത് അറിയില്ല, ഞാൻ 2 ആണ് പറഞ്ഞത്. എനിവേസ് നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. എന്നിട്ട് നമുക്ക് എൻഡ് ചെയ്തിട്ട് മീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ ഇതും കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു റൗണ്ട് നമ്മൾ ചെയിൻ ചെയ്തു. നമുക്ക് ഫസ്റ്റൊക്കെ ഒരു 3 ചെയിനിലേക്ക് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഉണ്ടാക്കാം. എന്നിട്ടൊരു ചെയിൻ ചെയ്യാം. കുറച്ച് അത്യാവശ്യത്തിന് വലിയ ലൂപ്പിൽ നമുക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് ടൈറ്റ് ആക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാനി സ്ക്വയർ. ഇത്രക്കും ചെയ്തിട്ട് കാര്യമില്ല, കാരണം നമ്മൾ റോസാപ്പൂ വലുതായതുകൊണ്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ടും അതിനനുസരിച്ചുള്ള വലുപ്പത്തിലാവണം. അപ്പോൾ നമ്മുടെ 3rd കളർ എടുക്കുകയാണ്. അപ്പം ഞാൻ എടുക്കുന്നത് ഇവിടെ വൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ വൈറ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കാം. ഇതാ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഉണ്ടാക്കി, സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കി. ഇനി നമുക്കൊരു കോർണർ എടുക്കാം. അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, സ്ലിപ്പ് നോട്ട് വലിക്കുക. എന്നിട്ട് നമുക്കൊരു ചെയിൻ ചെയ്യാം. ഓക്കെ, 1. എന്നിട്ട് അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് 3 ചെയിൻ ചെയ്യാം. പിന്നെ ഒരു 2 ഡബിൾ ക്രോഷേസ് ഉണ്ടാക്കാം. എന്നിട്ട് 2 ചെയിൻ, 3 ഡബിൾ ക്രോഷേസ്, ഓക്കെ, പിന്നെ ഒരു ചെയിന്. അടുത്ത ചെയിൻ 1 സ്പേസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 3 ഡബിൾ ക്രോഷേ ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് ചെയിന് അടുത്ത ചെയിൻ 1 സ്പേസിലേക്കും നമുക്ക് ഇതേപോലെ ഡബിൾ ക്രോഷേ 3 പ്രാവശ്യം ചെയ്യാം. എന്നിട്ട് ചെയിൻ 1 അടുത്തതിലേക്കും സെയിം. ഓക്കെ, പിന്നെ ഒരു ചെയിന്, പിന്നെ കോർണറിൽ 3 ഡബിൾ ക്രോഷേ, പിന്നെ 2 ചെയിൻ, പിന്നെ 3 ഡബിൾ ക്രോഷേ,
പിന്നെ ഒരു ചെയിന്. നമുക്ക് ഈ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് എൻഡ് ചെയ്തിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ബോട്ടം കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫസ്റ്റ് ആ ഒരു ചെയിനിലേക്ക് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ പച്ചക്ക് ചെയ്ത ആ ഒരു സെയിം രീതിയിൽ നമുക്ക് അടുത്ത ചെയിനിൻ്റെ സ്പേസിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച്, മറ്റൊന്നിലേക്കും സ്ലിപ്പ് സ്റ്റിച്ച്, ആ ചെയിൻ സ്പേസിലേക്കും സ്ലിപ്പ് സ്റ്റിച്ച്, എന്നിട്ട് 3 ചെയിൻ ചെയ്യാം. പിന്നെ 2 ഡബിൾ ക്രോഷേ, 2 ചെയിൻ, 3 ഡബിൾ ക്രോഷേ, പിന്നെ ഒരു ചെയിന് കഴിഞ്ഞിട്ട് ഒന്നുകൂടിയും അടുത്ത ആ ചെയിൻ സ്പേസിലേക്ക് 3 ഡബിൾ ക്രോഷേ, ചെയിൻ 1, 3 ഡബിൾ ക്രോഷേ, ഒരു ചെയിൻ, പിന്നെ 3 ഡബിൾ ക്രോഷേ, ഒരു ചെയിൻ, പിന്നെയും 3 ഡബിൾ ക്രോഷേ, ഒരു ചെയിൻ, പിന്നെ കോർണർ 3 ഡബിൾ ക്രോഷേ, പിന്നെ 2 ചെയിൻ, പിന്നെ 3 ഡബിൾ ക്രോഷേ, എന്നിട്ട് നമുക്ക് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗം എത്തുമ്പോൾ മീറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ അവസാനം എത്തി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഒരു ചെയിൻ ചെയ്യാം, എന്നിട്ട് നമുക്ക് ആ ഒരു 3 ചെയിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഒരു ചെയിൻ ചെയ്യാം, കുറച്ച് അത്യാവശ്യത്തിന് വലിപ്പമുള്ളൊരു ഇത് ലൂപ്പ് ഇതാക്കിയിട്ട് നമുക്കത് കട്ട് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ഗ്രാനി സ്ക്വയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരു ബാഗ് തുന്നൽ എന്ന് നമുക്ക് നോക്കാം.